ആ പോയതാരാണ്? അയ്യോ, അറിയില്ലേ? അതാണ് കൊട്ടാരത്തിൽ പരമേശ്വരൻ പിള്ള മുതലാളി. പരമേശ്വരൻ പിള്ള മുതലാളി ലക്ഷപ്രഭുവാ. അങ്ങേരാ നാട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവാ. പാവങ്ങൾ പണക്കാരെന്ന് പകഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാ. ഇതിലെ പോവുകയാണെങ്കിൽ എന്റെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിക്കൂ. ആ നാട്ടിലെ ആശുപത്രി, സ്കൂള്, പോസ്റ്റ് ഓഫീസ്, സൊസൈറ്റി എന്ന് വേണ്ട സകലതും അങ്ങേരുണ്ടാക്കിയതാ. അദ്ദേഹത്തെ എങ്ങനെയൊന്ന് കാണുക? ഇവിടെ നിന്നാ മതി. അങ്ങേരുടെ മോള് ഈ കോളേജിലാ പഠിക്കുന്നത്. ഇപ്പൊ മോളെ കാണാൻ അങ്ങേര് പോയിരിക്കുന്നത്. പിന്നെ തിരിച്ചു വരുമ്പോ കാണാമല്ലോ. എന്റെ കണ്ണ് മുഖത്ത് തന്നെയാ. വണ്ടിയിൽ കാർ മുട്ടിച്ചും പോരാ, കുറ്റം പറയുന്നു. എന്റെ സാധനങ്ങളൊക്കെ പോയി. ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. ആ വണ്ടി കൊണ്ട് മാറ്റിയിടും. ആദ്യം ഈ ചെയ്തതിന് സമാധാനം പറ. എടോ, ആരെ ഇരിക്കുന്നതെന്ന് അറിയാമോ? ആരായാലും എന്താ? ഞാൻ ഇവിടുന്ന് മാറണമെങ്കിൽ നിങ്ങൾ മര്യാദ കാണിക്കണം. സാറേ, സ്ഥലം അല്പം പെശക. അവരുള്ള കാശ് കൊടുത്ത് വിട്ടേക്കണം. കാറ് വിടരുത്. മുതലാളിയല്ല ദൈവം വന്നാലും. മാറി നിൽക്കണം ഇങ്ങോട്ട്. ആളുകളെ പറ്റിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഞാൻ കണ്ടോണ്ട് നിന്ന് ഇയാൾ മനഃപൂർവ്വം ഈ വണ്ടി കൊണ്ടുവന്ന് കാറെ മുട്ടിക്കുന്നത്. നീ ആരാടാ അത് പറയാൻ? നീയോ? ബഹുമാനമല്ലാതെ സംസാരിക്കുന്നു. സാറേന്ന് വിളിക്കടാ. സാറാ? ആരാടാ സാറ്? ഇതാണ് അടി ചോദിച്ചു വാങ്ങാന്ന് പറയുന്നത്. ഇയാൾക്ക് ഈ വക്കാലത്തിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു സാറ് വന്നിരിക്കുന്നു. നിങ്ങൾ പോയിക്കോളൂ. ഇനി ആരും കുഴപ്പമുണ്ടാക്കില്ല. നിങ്ങൾ ആരാണ്? ശിവൻ. പരമശിവനല്ല, സാക്ഷാൽ ശിവൻ. വെറും മനുഷ്യൻ. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നല്ലേ? പറയണമെന്നില്ല. ഈ നന്ദി എന്ന വാക്ക് ആളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ച് ഒരർത്ഥവും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞാൻ അറിയാം. കൊട്ടാരത്തിൽ പരമേശ്വരൻ പിള്ള മുതലാളി. അത് മകൾ ശ്രീദേവി. ശിവനെങ്ങനെ അറിയാം? നല്ല ചോദ്യം. മുതലാളിയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അതെ. ശിവൻ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ജോലി അന്വേഷിച്ച് അലയുക എന്നുള്ളതാണ് പ്രധാന ജോലി. ശിവന്റെ കാര്യം ചെയ്യൂ. എന്റെ കൂടെ വരൂ. ഞാൻ ജോലി തരാം. വേണ്ട മുതലാളി. ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് എനിക്കിഷ്ടം. എന്നോട് സഹതാപം തോന്നി ജോലി വിളിച്ചു തരുന്നത് എന്താ അതിന് പറയാ? ഒരുതരം ഔദാര്യത്തിന്റെ സ്വഭാവമല്ലേ? അതൊന്നും ആലോചിക്കണ്ട. നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാണ്. അയ്യോ, എന്ന് എനിക്ക് തന്നെ അഭിപ്രായമില്ല. മുതലാളിയോടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമല്ലോ. ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. ഞാനുമായി അടുത്തിടപഴകിയവർ പറയുന്നത്
ധിക്കാരിയും അനുസരണശീലമില്ലാത്തവനുമാണ് ഞാനെന്നാണ്. അല്ല, ഒരു പരിധിവരെ ശരിയുമാണ് കേട്ടോ. അതുകൊണ്ട് മുതലാളിക്ക് ഇപ്പോൾ തോന്നുന്ന സ്നേഹം കൂടുതൽ പരിചയപ്പെട്ടാൽ തോന്നിയില്ലെങ്കിലോ? അതൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ശിവൻ, എനിക്ക് നിങ്ങളുടെ ഈ തുറന്ന പെരുമാറ്റം വളരെ ഇഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ അന്വേഷിച്ചിറക്കിയായിരുന്നു. എന്തായാലും നിങ്ങൾ വരണം, വന്നേ പറ്റൂ. എങ്കിൽ പിന്നീടാവട്ടെ. എന്റെ അഡ്രസ് അതറിയാം, ഞാൻ വന്നോളാം. ഇതാ, എല്ലാവർക്കും കൊടുത്തേക്കണം. ആർക്കും കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാകരുത്. ആവശ്യമുള്ളപ്പോ ഞാൻ ഇനിയും വിളിക്കാം. ശരി. അയ്യോ, അടിക്കുമ്പോഴൊന്നും മയത്തിൽ അടിച്ചോടുള്ളൂ. ശരീരമാകെ ഒരു വേദന. വിട്ടോ. ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരെണ്ടൽ പദമുണ്ടാവതില്ലമ്മ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ മമ്മുക്ക, നാരായണായ നമ നാരായണായ മമ്മുക്ക. നമ ആരാത്? ഞാനാ, ശിവൻ. ആര്? ശിവന്? ആ, ഞാൻ പട്ടണത്തിൽ നിന്ന് വരികയാ. കൊട്ടാരത്തിൽ പരമേശ്വരൻ പിള്ള മുതലാളിയുടെ വീട്ടിൽ പോണം. ഈ രാത്രിയിൽ എങ്ങനെ അവിടെ കയറി ചെല്ലുക? അല്ല, ജമാലില്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അതില്ല. പിന്നെ നമ്മുടെ പേരും നമ്മുടെ മോന്റെ പേരും ഒക്കെ എങ്ങനെ മനസ്സിലായി? അതിനാണ് മമ്മുക്ക ബുദ്ധി വേണം ബുദ്ധി വേണം എന്ന് പറയുന്നത്. പുറത്തിരിക്കുന്ന ബോർഡിൽ പ്രോ കുഞ്ഞു മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മളായിരിക്കാനാണല്ലോ വഴി. ജമാലുദ്ദീൻ ടീ സ്റ്റാൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് പിന്നെ മകനല്ലാതെ വേറെ ആരാകാനാണ്? നിങ്ങൾ നല്ല പുള്ളിയാണല്ലോ. ഇങ്ങോട്ടിരിക്കും. ഇരിക്കാൻ മാത്രമല്ല, ഒന്ന് കിടക്കാൻ വേണ്ടി കൂടാണ് ഞാൻ വന്നിരിക്കുന്നത്. കിടക്ക്. ഇവിടെയോ? എന്താ, പേടിച്ചു പോയോ? അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ കള്ളനും കൊലപാതകയും ഒന്നും അല്ല മമ്മുക്ക. എന്നാ നിങ്ങൾ ഇവിടെ കിടന്നോളി. പക്ഷേങ്കിലേ കാലത്തെ സ്ഥലം കാലിയാക്കി തന്നെ നമുക്ക് കച്ചവടം ചെയ്യാനുള്ളതാണ്. നമ്മുടെ സുൽത്താൻ ഇതവരെ കണ്ടില്ലല്ലോ. എന്നാ മമ്മുക്ക വാതിലടച്ച് കിടന്നോളൂ. ഞാനിവിടെ ഈ ബെഞ്ചിലെങ്ങാനും കൂടിക്കോളാം. തലയ്ക്ക് വെക്കാനാ? അങ്ങനെ ഒരുമാതിരിപ്പെട്ടതൊന്നും എന്റെ തലയ്ക്ക് ചേരൂല മമ്മുക്ക. തലയണ ഇല്ലാതെ കിടക്കുന്നതാ സുഖം. ഗുഡ് നൈറ്റ്. ഇവിടെ ഒരുപാട് കൊതുണ്ട് ട്ടാ. ആർക്കെങ്കിലും ചായ കുടിക്കണം, ഇവിടെ ഇറങ്ങാം. അച്ഛൻ ചായ കുടിക്കണോ? ആർക്കും ചായ കുടിക്കണ്ട. മത്തായിച്ചോ, ഓരോ ചായ അടിച്ചിട്ട് പോവാച്ചനെ. അറിയോ, ഇപ്പൊ ചായ കുടിക്കാൻ അരമണിക്കൂർ നിർത്തിയല്ലേ ഉള്ളു. ഓ, അതൊന്നും അറിയണ്ട. എവിടെ ചായക്കട കണ്ടാലും ഹോട്ടൽ കണ്ടാലും ഇവനങ്ങ് താനെ നിൽക്കും. മത്തായിച്ചോ, ഒന്ന് ഇറങ്ങി വാച്ചാനെ. വേം വാച്ചാൻ. നമുക്ക് നമ്മുടെ പതിവ് പോരട്ടെ. ഒന്ന് വേഗം വേണം. ഇപ്പോഴേ വണ്ടി 1.5 മണിക്കൂർ ലേറ്റാ. നിങ്ങളിങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെയാണ്? നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഇവിടെ. ജമാലുട്ടി ഇവിടെ പോയി. ഓന്റെ കാര്യമൊക്കെ നമുക്കറിയാൻ പറ്റും. നമ്മളോട് ചോദിച്ചിട്ടാണ് അവന്റെ വരവും പോക്കും ഒക്കെ. ഇന്നലെ പോയതാണ്. നമ്മളിവിടെ ഉള്ളതുകൊണ്ട് കൊള്ളാം. നമ്മളെ കാലം കഴിഞ്ഞാൽ പിന്നെ ഓനായി, ഓന്റെ കാര്യമായി. അത്ര തന്നെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പിന്നെ എടുത്തോളാം. പിന്നെ മുതലാളി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ചെല്ലണം. ഇറങ്ങിയാ പിന്നെ കാണാൻ കഴിയൂല. നിക്ക് ഓനെ കണ്ടുകൊണ്ട് ഒരു ബൈക്ക് ഇറങ്ങണ്ട. കഞ്ഞിന്റെ വെള്ളം കിട്ടൂല. എന്തിനാണ്ടാവുന്നത്? പോയ സ്ഥലത്ത് തന്നെ കൂടിയാ മതിയായിരുന്നല്ല. ഇന്നലെ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് ഇരുത്തി. അതുകൊണ്ടാ പാപ്പ. നീ വരണ്ടടാ, നമ്മൾ കടയടയ്ക്കാൻ പോവാണ്. ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്താനൊക്കത്തില്ല. ഇവിടെ നേരം വെളുത്താ ഇരുട്ടുന്നവരെ വാപ്യമോനും കിരിമാൻ പോലെയാ. ഓ, രാവിലെ തുടങ്ങി ശല്യങ്ങള്. കുളിക്കാണ്ട് അടുക്കള കയറാൻ പോടാ ഹമിക്ക്. പോയി കുളിച്ചിട്ട് വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അല്ല, തോട്ടക്കാരുടെ ജോലി ഇവിടെ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. ഇത് ഡിസൈൻ ചെയ്ത് ഞാനാണ്. ഓ, അതിന്റെ വിവരം അറിയാനുമുണ്ട്.
അയ്യോ, അതിൽ വിഷമിക്കാനൊന്നുമില്ല. കാര്യമായി ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിപ്പെടുത്താവുന്നതേ ഉള്ളൂ. അച്ഛൻ, ഐ എം സോറി, മുതലാളി ഇവിടെ ഇല്ല. അച്ഛനകത്തുണ്ട്, വരൂ. അന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും വരില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. പ്രതീക്ഷിക്കുന്നത് എന്തോ അതിനെതിരെ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ആ, ഇരിക്കും മിസ്റ്റർ ശിവൻ. എന്റെ മുന്നിൽ തൊഴിലാളി മുതലാളി എന്ന വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഇരുന്നുള്ളൂ. എനിക്ക് പല കമ്പനികളും ഫാക്ടറികളുമുണ്ട്. അവിടെ ഒരു സാധാരണ ജോലിക്കാരനായി ശിവനെ നിയമിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെപ്പോലെ അറിവും ധൈര്യവും തന്റെ ഇടമുള്ള ഒരാൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. വല്ലതുമൊക്കെ സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ആസൂത്രണം ചെയ്യാനും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഗുണ്ടയായിട്ട് അല്ലേ? എന്നല്ല, എനിക്കൊരു... മനസ്സിലായി. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ കഴിയാൻ വിഷമമാണ്. മുതലാളിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഫാക്ടറിയിലോ മറ്റോ എന്തെങ്കിലും ജോലി തന്നാൽ... അതിലെനിക്ക് വിരോധമുണ്ടായിട്ടല്ല. പക്ഷേ എന്തായാലും ശിവൻ എന്റെ കൂടെ തന്നെയാണല്ലോ. എന്റെ മകൻ രവിയാണ് മാനേജിംഗ് ഡയറക്ടർ. ഞാൻ അവനെ വിളിച്ചു പറയാം. തങ്കപ്പൻ, എന്തോ എന്റെ സഹായം വല്ലതും? ഇതാണ് ശിവൻ. നമസ്കാരം. മുതലാളി അന്ന് പറഞ്ഞ ആ അരിപ്പാർട്ടി. ശിവനെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. രവിയെ പരിചയപ്പെടുത്തിയാൽ മതി. ഞാൻ അവന് ഫോൺ ചെയ്തോളാം. ഓക്കെ, അയച്ചേക്കാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രവി. ഞാനാണ് ശിവൻ. ഇരിക്കൂ, അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. രവിക്കുഞ്ഞിനെയും തൊഴിലാളികളെയും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ കഴിയുന്നൊരു പരസഹായം. മിസ്റ്റർ ശിവന്റെ ജോലിയെ പറ്റി അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഏതാണ്ട് ഒരു മേൽനോട്ടക്കാരന്റെ സ്ഥാനമാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. വാസ്തവത്തിൽ ശിവൻ സാറിനെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കേണ്ടെന്നും വെറുതെ ഒരാളായിട്ട് നടന്നാൽ മതി എന്നാണ് മുതലാളി പറഞ്ഞയച്ചത്. പക്ഷെ കേൾക്കണ്ടേ? അധ്വാനിക്കാതെ ശമ്പളം വാങ്ങാൻ എനിക്കിഷ്ടമല്ല. അത് ഇത്തിക്കണ്ണികൾക്കേ കഴിയൂ. ഏതായാലും എനിക്കൊരു റിലീഫായി. മിസ്റ്റർ ശിവൻ ഫാക്ടറിക്ക് ഒന്ന് കാണും. തങ്കപ്പൻ, ഞാനതിന് റെഡിയായിട്ട് നിൽക്കുകയല്ലേ. അതൊരു സഹായമാണല്ലോ. പറഞ്ഞ സാർ. അമ്മേ, അമ്മേ, കഞ്ഞി തരട്ടെ? വരി സാറേ വരി. ഇന്നലെ നിങ്ങൾ വന്നപ്പോ നമുക്ക് പൊടി കിട്ടിയില്ല. പരസഹായം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ മുതലാളിയുടെ സ്വന്തം ആളാന്ന്. ജമാലേ, സാറിന് കടുപ്പത്തിന് വെള്ളം കുറച്ചോ ചായ കൊടുക്കും. മമ്മുക്ക എനിക്കൊരു സഹായം ചെയ്യണം. എന്താപ്പാ പറയും? താമസിക്കാൻ ഒരു ചെറിയ വീട് വേണം. ഇവിടുന്ന് ബസ്സുണ്ടല്ലോ, ദിവസം പോയി വന്നുകൂടെ? അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നും പോയി വരാനുള്ള ദൂരമല്ലല്ലോ. മുതലാളിയുടെ വണ്ടി ആവുമ്പം വണ്ടിക്കൂലി കൊടുക്കണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. അപ്പൊ പിന്നെ വണ്ടി ഓടിക്കുന്ന കാശ് നിന്റെ ബാപ്പ കൊടുക്കണോ നമുക്ക്? മുതലാളി വണ്ടി ഓടിക്കുന്നത് സേവനത്തിനാണെന്ന് എല്ലാവരും പറയണത്. ആ, മുതലാളി വണ്ടി ഓടിക്കുന്ന സേവനത്തിനാണ്, പള്ളിക്കൂടം നടത്തുന്നത് സേവനത്തിനാണ്. സേവനം 10,000 രൂപ വീതം വാങ്ങി മാഷന്മാരെ നിയമിച്ചിരിക്കുന്നതും സേവനത്തിനാ, അല്ലേ പാപ്പ? പോണാവത് മുണ്ടിപ്പോരുത് ബില്ലി സാർ. സാറേ, ഇവനുമായിട്ട് ഒരു ചങ്ങാത്തം വേണ്ട. കാര്യം നമ്മുടെ മോനാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താണ്, തല തിരിഞ്ഞു പോയി. ഏയ്, ജമാൽ ആള് മിടുക്കനാണ്. മിടുക്കൻ. സാറേ, ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവനൊരുത്തനേ ഉള്ളൂ. ആളിമ്മണി ചൂടന. ഇതിനിടയ്ക്ക് സാറ് പറഞ്ഞ കാര്യം മറന്നുപോയി, വീടിന്റെ കാര്യം. അത് നമ്മൾ അന്വേഷിച്ചുണ്ടാക്കി തരാം. ഇവിടെ ആ മഠത്തിലൊരു ചാവടി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് കമ്പനിയിൽ ആരോ പറഞ്ഞു. അതൊന്ന് അന്വേഷിച്ചാലോ? അവരത് വാടകയ്ക്ക് കൊടുക്കൂല്ലേ സാറേ? പക്ഷെ മമ്മൂക്ക പറഞ്ഞാൽ തീർച്ചയായും കിട്ടുമെന്നാ പറഞ്ഞത്. ലക്ഷ്മൂട്ടിയമ്മയുടെ അടുത്ത് സാറിന് വേണ്ടി നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. അമ്മേ,
നമ്മുടെ മോലാളിയുടെ കമ്പനിയിൽ പുതിയതായിട്ട് ജോലി കിട്ടി വന്ന സാറാണ്. ഈ വഴിക്ക് സാറിന് താമസിക്കാൻ ഒരു വീട് വേണം. നമ്മുടെ നാട്ടിൽ ഒഴിഞ്ഞ വീട് എവിടെ കിടക്കുന്നത്? അങ്ങനെ ഓർത്തപ്പോഴാണ് ലക്ഷ്മൂട്ടിയമ്മയുടെ ഈ വീട് ഒഴിഞ്ഞു കിടക്കാനില്ലാന്ന് ഓർത്തത്. അപ്പൊ ഒന്ന് ചോദിക്കാമെന്ന് കരുതി. അമ്മേ, ഇവിടെ വാടകയ്ക്ക് കൊടുക്കാൻ സ്ഥലമില്ലെന്ന് പറയൂ. വേറെ ആരുമല്ലല്ല, സാറല്ലേ. സാറ് നമ്മുടെ സ്വന്തം ആളാണ്. കുറച്ച് നാളായി അത് തൂക്കാതെ മരാതെയൊക്കെ ഇട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ആൾപെരുമാറ്റം ഉണ്ടാവണം, നല്ലതാണെന്ന്. നിങ്ങൾക്ക് വാടകയും കിട്ടും. മമ്മൂക്ക പറയുന്നത് ശരിയാ. പക്ഷേ ഞാനും ഒരു പെണ്ണും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ അമ്മയുടെ ഒരു മോനാണെന്ന് കരുതിക്കൊള്ളൂ. ഞങ്ങൾ ആ വീട് പൊളിക്കാൻ പോവാ. നീ പോടി അവിടുന്ന്. ഏതായാലും മമ്മൂക്ക അറിയുന്ന ആളല്ലേ, താമസിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ സാറേ, നമ്മൾ പറഞ്ഞ ലക്ഷ്മൂട്ടിയമ്മ തട്ടി കളയൂല. എപ്പോഴാ വരണേ? ഇന്ന് തന്നെ വരാം. ഒരു കാലത്ത് ഇതിനകത്ത് ആളൊഴിഞ്ഞ നേരമില്ലായിരുന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയവരങ്ങ് പോയില്ലേ. സാറ് നീങ്ങി നിന്നാ ഞാൻ അവിടെ കൂടെ വൃത്തിയാക്കാം. സാറേ, സൗകര്യങ്ങളൊക്കെ ഇത് മതിയല്ലോ? മതി, ഇത് തന്നെ എനിക്ക് ധാരാളമാണ്. കുളിക്കാൻ അമ്പലക്കുളം അടുത്താ, നല്ല വെള്ള. നന്ദിനിക്കുട്ടി, അല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. വീട്ടിൽ കുറെ പണിയുണ്ട്. ഇങ്ങനെ ജോലി ചെയ്ത പെട്ടെന്ന് പ്രായം കൂടും, തല നരയ്ക്കും. സാരില്ല. എനിക്ക് സാരമുണ്ടല്ലോ. നന്ദിനിക്കുട്ടി ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അല്ല, ഇന്ന് അമ്മയെ കണ്ടില്ലല്ലോ. അമ്മ ചാവടി വൃത്തിയാക്കുക. ഓ, ആ, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ പുതിയ ആള് ചാവടിയിലാ താമസിക്കുന്നത്. അവനെ കണ്ടിട്ട് ആളല്പം പെശകാണെന്നാ തോന്നുന്നത്. എന്താ? അല്ല, അവൻ നമുക്കൊരു എതിർകക്ഷിയാവുമെന്നോ സംശയം. ഈ രവിട്ട് നാക്കെടുത്ത നല്ലത് പറയില്ല. ഞാൻ പോവാ. നന്ദിനിക്കുട്ടി പിണങ്ങിയോ? മുതലാളി എന്തു പറഞ്ഞാലും അവൻ നല്ലവനാണെന്ന് എനിക്കങ്ങോട്ട് ബോധ്യം വരുന്നില്ല. അത് വെറുതെ. ശിവൻ സാറിനെ പറ്റി തങ്കമണിയുടെ അച്ഛന് ശരിക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാ അന്ന് മുതലാളി ശ്രീദേവി കുഞ്ഞും കൂടി പറഞ്ഞു കേട്ടപ്പോ ഉള്ളത് പറയാലോ. ദേ, എനിക്ക് അപ്പ പോയി ഒരു പൊന്നാട ചേർത്തിയാ കൊള്ളാമെന്ന് തോന്നി. എത്ര എണ്ണത്തിന് അടിച്ചു മലർത്തിയെന്നറിയാമോ? ഇത്തരത്തിൽ ഒരുത്തൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. മാത്രമല്ല അവന്റെ ആ ധിക്കാരമുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചുറുചുറുക്ക്, പക്ഷേ ഒന്ന് മെരിക്ക് എടുക്കണം. വെളിച്ചപ്പാടെ, കാട്ടാനെ തളയ്ക്കാമെങ്കിൽ പിന്നെ പാപ്പാനെ തളയ്ക്കാനാണോ വിഷമം? കുറച്ചുകൂടെ ഒഴിക്കട. അയ്യോ, തങ്കമണിയുടെ അച്ഛൻ ഇനി കുടിക്കണ്ട. അത് പറഞ്ഞ ആരാ? ഇപ്പോഴാരുമല്ല, ആരെങ്കിലൊക്കെ ആകാൻ എനിക്കൊരാശ. തങ്കപ്പാ, അയ്യോ, എന്തോ എന്തേ? താനാണ് ഇതൊക്കെ ഇവിടെ വാങ്ങിക്കൊണ്ടുവരുന്നതില്ലേ? ആ, അയ്യോ, ഞാനോ? ഇതൊക്കെ വലിയ വലിയ സാറുമാര് സമ്മാനം കൊടുക്കുന്നതല്ലേ? സമ്മാനം. വീടും കുടുംബവും വേണമെന്നൊരു ചിന്തയില്ല. ഭാര്യയും ഒരു മോളും ഉണ്ടെന്നുള്ള വിചാരവുമില്ല. എന്നും കുടിയും കൂത്താട്ടും. അച്ഛനാണത്രേ. പതുക്കെ പറ, പതുക്കെ പറ, അച്ഛൻ കേൾക്കും. എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ താനും. എന്തോ എന്നെ വിളിച്ചോ? എനിക്ക് ആ തങ്കമണിയുടെ അച്ഛനൊന്ന് കൊണ്ടുവന്നാക്കണം. അയാൾ കിറ്റാ തോന്നില്ല. നീ പോയിക്കൂടാങ്കപ്പാ. എത്ര കുടിച്ചാലും എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയാം. അച്ഛനറിയില്ല. ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ തങ്കമണിയുടെ അച്ഛനെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കേണ്ട കടമ കൂടി എനിക്കുണ്ട്. എടാ പരസഹായം, എന്ത്? കൂടാതെ നടക്കാവുന്ന വിധത്തില് ഞാനൊന്ന് കുടിച്ചിട്ടുള്ളൂ. അച്ഛൻ എന്നെ ഒരു വെപ്പ് വെച്ചതാണല്ലേ? അല്ല, എനിക്ക് മനസ്സിലായി. അല്ല, അത് പോട്ടെ. ഇനിയിപ്പോ തങ്കമണിയുടെ അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്ന് അച്ഛനെ തങ്കമണിയെ ഏൽപ്പിക്കും. കുളിപ്പിച്ച് ഞാനും തങ്കമണിയും കൂടി ഭക്ഷണം തന്ന് കിടത്തി ഉറക്കിയിട്ടേ അനന്ന് പോരുള്ളൂ. തങ്കമണി, ഞാൻ എന്റെ അച്ഛനെ കൊണ്ടുവന്ന്.
എന്താണ്? എടാ നീ ആരെയായി വിളിക്കുന്നത്? തങ്കമണിയെ. എടാ അവളെ അങ്ങ് അക്കരെ അവളുടെ അമ്മായിയുടെ വീട്ടിൽ പോയിരിക്കുക. നാളെ വരത്തുള്ളൂ. ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും മതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിവരം നേരത്തെ പറയാൻ പാടില്ല. എഴുതി തരണോ? എഴുത്തരൊന്നും വേണ്ട, പറയാൻ പാടില്ലേ. ഞാൻ ദേ വെറുതെ നടന്നു വന്നെ കാലും കഴിച്ച് വാച പഠിച്ചതിന്റെ വായം കഴിച്ച്. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പോ, ഞാൻ പോട്ടെ. പാറ്റൊന്നും വേണ്ട, പോയാ മതി. പിന്നെ പോടാ ഉടുമ്പേ. നോക്കിപ്പോ കല്ല്. പിന്നെ കല്ല് സ്റ്റോൺ. സ്റ്റോൺ നിനക്കാം. എടാ നിനക്ക് എടാ എനിക്ക് സ്റ്റോണില്ല. പോടാ അവിടെ നിന്ന്. സാറേ, ചായ കുടിച്ചോളൂ. കട്ടൻ ചായ, പാല് കിട്ടിയിട്ടില്ല. എന്താ സാറേ? അമ്മ എന്നെ മോനെന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കാൻ എനിക്ക് മറ്റാരുമില്ല. മോനെ, ചായ തണുത്തു പോകും. മോനത് കുടിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓണമൊക്കെ അടുത്തില്ലേ, വരട്ടെ.